ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിനകത്താണ് നമ്മൾ ദ കോർ ഓഫ് ദ ചാപ്റ്റർ സെൻട്രൽ ലിമിറ്റ് തിയറം എന്ന് പറയുന്ന വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നത്. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനു മുന്നേ നമ്മുടെ എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടിട്ട് വരണം. അതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, നമ്മളൊരു പോപ്പുലേഷന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോപ്പുലേഷന്റെ ഒരു പാരാമീറ്റർസ്, നമ്മുടെ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെയും ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ആണുങ്ങളുടെ അടുത്തും പോയി അവരുടെ ഹൈറ്റ് ഇൻഡിവിജ്വലി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. പകരം നമ്മൾ ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ ആണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ആ സാമ്പിള് ഏതൊക്കെ രീതിയിൽ നമ്മൾ സാമ്പിളിങ് ചെയ്യാം എന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. എന്നിട്ട് ഒബ്വിയസ്ലി ഈ സാമ്പിളിന്റെ കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷന്റെ പാരാമീറ്ററും തമ്മിലൊരു വ്യത്യാസമുണ്ട്, ആ വാല്യൂ തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എറർ എന്ന് വിളിച്ചത്. സോ എന്താണ് നമ്മുടെ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത്? സാമ്പിൾ മീൻ മൈനസ് നമ്മുടെ പോപ്പുലേഷൻ മീൻ, അതിനെയാണ് സാമ്പിളിംഗ് എറർ. പക്ഷെ നമുക്ക് ഇപ്പോഴും പോപ്പുലേഷന്റെ ആക്ച്വൽ മീൻ അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ എറർ കിട്ടുന്നത് എന്നുള്ളതാണ് ഈ സെൻട്രൽ ലിമിറ്റ് തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. സോ വി ഓൾറെഡി ലേൺ ദാറ്റ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഇസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. നമ്മൾ ഒരു പോപ്പുലേഷന്റെ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, പാരാമീറ്റർ എന്താണെന്നും സ്റ്റാറ്റിസ്റ്റിക് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. സോ പോപ്പുലേഷൻ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാമ്പിൾ എടുക്കുന്നത്. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ. നമുക്ക് ഒരു പോപ്പുലേഷന്റെ പാരാമീറ്റർ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ച് കിട്ടും. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഈസ് എ റാൻഡം വേരിയബിൾ. അതായത് നമ്മൾ ഓരോ തവണ സാമ്പിൾ എടുക്കും തോറും ആ സാമ്പിളിന്റെ വാല്യൂ മാറി മാറി വരുമെന്നും, ഈ മാറി മാറി വരുന്ന വാല്യൂസിനെ നമ്മൾ പ്ലോട്ട് ചെയ്താൽ അത് നമുക്കൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരുമെന്നും പറഞ്ഞു. ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ നമ്മുടെ മീൻ ആയതുകൊണ്ട് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സാമ്പിൾ മീൻ എന്നും നമ്മൾ കണ്ടു. അപ്പം in this video we are going to quantify the difference in the value between population parameter and sample statistic. ഞാൻ പറഞ്ഞു സാമ്പിളിംഗ് എറർ ആണ്, നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സാമ്പിളിംഗ് എറർ is the difference between population parameter and the sampling statistic. പക്ഷേ ആ പോപ്പുലേഷൻ പാരാമീറ്ററിന്റെ വാല്യൂ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. ലോകത്തിലുള്ള എല്ലാ ആൾക്കാരുടെയും ഹൈറ്റിന്, ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെ ആവറേജ് ഹൈറ്റ് നമുക്ക് അറിയത്തില്ല. പക്ഷെ സാമ്പിൾ എടുക്കുന്നതുകൊണ്ട് സാമ്പിൾ ആവറേജ് ഹൈറ്റ് നമുക്കറിയാം. അപ്പം ഈ പോപ്പുലേഷന്റെ മീൻ അറിയാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെയാണ് ഈ സാമ്പിളിംഗ് എറർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? സോ അത് എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാം എന്നതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മളെ പല പല സാമ്പിൾ എടുത്തിട്ട് നമ്മളൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയല്ലോ. സോ അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം. ആൻഡ് ദിസ് ഇസ് വെയർ സെൻട്രൽ ലിമിറ്റ് തിയറം ഹെൽപ്സ് us. It makes us understand the distribution of sampling statistic. ഞാൻ ഇവിടെ തന്നെ ഒരു കാര്യം ക്ലിയർ ആക്കാം. നമ്മുടെ പോപ്പുലേഷന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമ്മുടെ പോപ്പുലേഷന് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സേ ഈ ലോകത്തിലുള്ള എല്ലാ ആണുങ്ങളുടെയും ഹൈറ്റും നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് മീൻ വാല്യൂ എന്ന് പറയുന്നത് സെൻട്രലിൽ കിടക്കും. ബാക്കിയെല്ലാം ഓരോരോ വാല്യൂസ് സ്പ്രെഡായി അവിടെ ഇവിടെയും കിടക്കും. അതാണ് ഈ പറയുന്ന പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്താ പറയുന്നത്? പല പല മീൻ, ഈ പോപ്പുലേഷന്റെ ഓരോ സാമ്പിൾ നമ്മൾ എടുത്തിട്ട് ആ സാമ്പിളിന്റെ മീൻ നമ്മൾ പല പല മീൻ പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത്. സോ എന്താ നമ്മൾ ഇവിടെ എസെൻഷ്യലി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഈ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ മീനും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ ഈ പറയുന്ന പോപ്പുലേഷൻ പാരാമീറ്റർ അല്ലെങ്കിൽ ഈ പോപ്പുലേഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഇതൊരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടിരുന്നു, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് കോൺഫിഡൻസ് ഇന്റർവെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ച് പറ്റും. നമ്മുടെ 90, 95, 99.6 റൂൾ ഉപയോഗിച്ച് നമുക്ക് പറ്റുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. വിത്തിൻ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് ദ 90% ഓഫ് ദ വാല്യൂസ്, വിത്തിൻ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് 95% ഓഫ് ദ വാല്യൂസ്, ആൻഡ് വിത്തിൻ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലൈസ് 99.6% ഓഫ് ദ വാല്യൂസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് ഈ പറയുന്ന ഒരു മീൻ വാല്യൂ, ആ സാമ്പിൾ മീനിന്റെ മീൻ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നത്, ഇനി നമുക്ക് അങ്ങോട്ട് കാണാം, ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, നമുക്ക് അങ്ങോട്ട് കാണുമ്പോൾ മനസ്സിലാവും.
We learned in the previous class that not only does the population has a probability distribution, but the sample statistic also has a probability distribution. ഞാൻ ഇപ്പൊ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ഇവിടെ നമ്മുടെ സാമ്പിൾ മീൻ ആണ്. Using central limit theorem, we will learn that even if the population is not following any distribution, still the sample statistic will have a probability distribution, and that too a normal distribution. Central limit theorത്തിന്റെ ഒരു സമ്മറി തരാനാണെങ്കിൽ we will learn that even if the population, നാം പറഞ്ഞു ഒരു പോപ്പുലേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നില്ലെങ്കിൽ പോലും സ്റ്റിൽ ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, നമ്മുടെ കേസിൽ സാമ്പിൾ മീനിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒരു സാമ്പിൾ മീനിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുമെന്നും അത് നോർമലി ആയിരിക്കും, അപ്രോക്സിമേറ്റ്ലി നോർമലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കുന്നതെന്നാണ് സെൻട്രൽ ലിമിറ്റ് തിയറം പറയുന്നത്. As we take a sample of size n from a given population, and we already discussed, we take the sample multiple times and find the mean each time. We get a sampling distribution of the sampling mean. എങ്ങനെയാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ ജസ്റ്റ് റിവൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു പോപ്പുലേഷനിൽ നമ്മൾ ഒരു n എന്ന് പറയുന്ന സാമ്പിൾ സൈസ് എടുക്കുന്നു, എന്നിട്ട് പലതവണ ഇത് ഇങ്ങനെ സാമ്പിൾ എടുക്കും, നമ്മൾ അത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിളിംഗ് മീൻ. ഇപ്പൊ പോപ്പുലേഷൻ നമ്മൾ ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ ദ മെൻ ഇൻ ദ വേൾഡ് ആണെങ്കിൽ ഓരോ തവണയും നമ്മൾ കുറച്ച് ആണുങ്ങളെ എടുത്ത് അവരുടെ ആവറേജ് ഹൈറ്റ്, മീൻ ഹൈറ്റ് കണ്ടുപിടിച്ച് ആ ഓരോ മീനും അടുത്ത തവണ പിന്നെയും ഒരു അടുത്ത ആണുങ്ങളുടെ സെറ്റ് എടുത്ത് പിന്നെയും അവരുടെ മീൻ കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ പല 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 മീൻ കണ്ടുപിടിച്ച് അതിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിളിംഗ് മീൻ. And it has been experimentally found out that, okay, idana important point, it has been found out that as the size of n increases, nammada sampling size n valudavundorum, the distribution of the sample means, nammada sampling distribution of the sample means tend towards a normal distribution. Nammada sample size valudavundorum നമ്മുടെ distribution of the sample mean, sampling distribution of the sample mean tends towards a normal distribution, and as the size of the n increases, the sampling error of the sample mean is reduced. So എന്താണ് ഈ തിയറി പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാമ്പിൾ സൈസ് വലുതാകും തോറും നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ ഈസ് മൂവിങ് ടുവേർഡ്സ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് the error, the difference between the sample mean and the population mean, അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കും പോപ്പുലേഷൻ പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ് കുറഞ്ഞു വരും എന്നാണ് പറയുന്നത്. അത് സാമ്പിൾ സൈസ് വലുതാകും തോറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം 200 പേരുള്ള ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മൾ 20 പേരുടെ സാമ്പിൾ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ ആ സാമ്പിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്കും ആ പോപ്പുലേഷന്റെ പാരാമീറ്ററും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മൾ സാമ്പിൾ 199 ആണ് എടുക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ പോപ്പുലേഷൻ 200 പേരുള്ള പോപ്പുലേഷന്റെ മീനുമായിട്ട് അടുത്തിരിക്കും, അല്ലെ? സോ ഇതാണ് അവിടെ ബേസിക്കലി നമ്മൾ പറയുന്നത്. ആസ് ദ സൈസ് ഓഫ് ദ n increases, as the size of the sample increases, the distribution one point is that the distribution approximately becomes normally distributed, and the sampling error, അല്ലെങ്കിൽ the difference between the population parameter and the sampling statistic becomes അല്ലെങ്കിൽ it reduces. സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ, നമ്മുടെ പോപ്പുലേഷന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ പിന്നെയും പറയുന്നു, രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, ഒന്ന് പോപ്പുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പിന്നെ ഒന്ന് സാമ്പിളിംഗ് മീനും സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനും സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ ഇഫ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ മീൻ, ഓക്കെ, പോപ്പുലേഷന്റെ മീൻ എന്ന് പറയുന്നത് മ്യൂവും നമ്മുടെ വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ സ്ക്വയർഡും ആണെങ്കിൽ, okay, sampling distribution of the sample mean is normal if the, ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്, sampling distribution of the sample mean is normal if the sample size is large. sample size വലുതാവും തോറും നമ്മുടെ sampling distribution normal distribution ആയിട്ട് മാറും. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് വെച്ചാൽ sampling distribution of the sampling mean, നമ്മുടെ പോപ്പുലേഷൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ ഹാസ് ദ സെയിം മീൻ ആസ് ദ പോപ്പുലേഷൻ മീൻ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫറൻസ് ആണ്. നമ്മുടെ സാമ്പിൾ മീൻ വെച്ചിട്ട് നമ്മൾ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയാൽ ആ ഡിസ്ട്രിബ്യൂഷന്റെ ഈ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ഈ പറയുന്ന പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷന്റെ മീനുമായിട്ട് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ കണ്ടു. ആൻഡ് വേരിയൻസ്, ഇതിന്റെ വേരിയൻസ് എന്ന് പറയുന്ന പോപ്പുലേഷൻ വേരിയൻസ് ഡിവൈഡഡ് ബൈ n ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചാപ്റ്റർ തുടങ്ങിയത്, എന്താണ്
നമുക്ക് ഈ പറയുന്ന സാമ്പിൾ എടുത്താൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുമെന്ന് മനസ്സിലായി, ആ പോപ്പുലേഷന്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടും എന്ന് മനസ്സിലായി. പക്ഷെ ആ എസ്റ്റിമേറ്റ് ഒബ്വിയസ്ലി ആ പോപ്പുലേഷന്റെ ആക്ച്വൽ വാല്യൂ ആയിട്ട് ഡിഫറെന്റ് ആയിരിക്കും. ആ ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ തുടങ്ങിയത്. സോ ആ പറയുന്ന പോപ്പുലേഷന്റെ ട്രൂ വാല്യൂ നമുക്ക് അറിയത്തില്ല. അപ്പം സെൻട്രൽ ലിമിറ്റ് തിയറം വഴി നമ്മൾ എന്താ എത്തിയത്, നമ്മൾ സാമ്പിള് മീൻ വെച്ച് കുറെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ, കുറെ സാമ്പിൾ മീൻ എടുത്ത് ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കിയാൽ ആ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ പോപ്പുലേഷൻ മീൻ. ഓക്കെ, നമ്മുടെ പോപ്പുലേഷന്റെ മീൻ, നമ്മൾ ആവറേജ് ഹൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ മീനും പോപ്പുലേഷന്റെ ആക്ച്വൽ പോപ്പുലേഷന്റെ മീനും സെയിം ആണെന്ന്, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി സെയിം ആണെന്ന് നമുക്ക് കിട്ടും. ഇനി അത് കിട്ടിയാൽ മാത്രം പോരല്ലോ, ഇതിപ്പോ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലേ. അപ്പൊ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുമ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്നു നമുക്ക് കോൺഫിഡൻസ് ഇന്റർവൽ ഉണ്ടാക്കാം ആ 90, 95, 99.6 റൂൾ ഉപയോഗിച്ച്. അതായത് ഈ പറയുന്ന മീൻ വാല്യൂസ് within one standard deviation there is a 90% probability that within one standard deviation of this sampling distribution our population mean will be in that interval. Within 2 standard deviation there is a 95% chance, and within 3 standard deviation there is a 99.6% chance that our population mean will be within the 3 standard deviations of this particular സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യണം. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സാമ്പിൾ മീൻ ആൻഡ് ദ പോപ്പുലേഷൻ ഹാവ് ദ സെയിം മീൻ, ബട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഈസ് telling us about the mean value of the individual data points, whereas the sampling distribution is telling us about the mean value of different means. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കരുത്. അതേപോലെ വേരിയൻസ് ഓഫ് ദ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ടെല്ലിംഗ് us about how the data points are spread from the mean value, but the variance of the sampling distribution എന്താ പറയുന്നത്, how other mean values are spread from the central sample mean. അതായത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന സാമ്പിൾ മീനിൽ നിന്നും, അതാണല്ലോ മീൻ വാല്യൂ എന്ന് പറയുന്നത്, അതിൽ നിന്നും ബാക്കിയുള്ള വാല്യൂസ് എത്രത്തോളമാണ് ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് പറയുന്നത്. Now that we define the variance of a sampling distribution as sigma squared by n, നമുക്ക് കോൺഫിഡൻസ് ഇന്റർവൽ ഉണ്ടാക്കണമെങ്കിൽ വേരിയൻസ് അല്ലല്ലോ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണല്ലോ വേണ്ടത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ എങ്ങനെയാണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, നമുക്ക് സിഗ്മ എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഓൾറെഡി സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പോപ്പുലേഷൻ വേരിയൻസ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിഗ്മ സ്ക്വയർഡ് ബൈ n എന്ന് പറയുന്നത്. So obviously confidence interval ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കണം in terms of it, to describe it in terms of population distribution. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുന്നത് സിഗ്മ ബൈ റൂട്ട് n ആണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ മീൻ അല്ലെങ്കിൽ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്. സ്റ്റാൻഡേർഡ് എററും സാമ്പിളിംഗ് എററും തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. സാമ്പിളിംഗ് എറർ ഇസ് സിംപ്ലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ പാരാമീറ്റർ ആൻഡ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, ബട്ട് സ്റ്റാൻഡേർഡ് എറർ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി sampling. Standard deviation of the sample statistic is known as the standard error of the statistic. So ഇത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കരുത്. സിഗ്മ സ്ക്വയർഡ് ബൈ n, സിഗ്മ ബൈ റൂട്ട് n ആണ് നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് എറർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് എറർ. സോ ഈ സ്റ്റാൻഡേർഡ് എറർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്താ പറയാ, ആ പോപ്പുലേഷൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ സെൻട്രൽ ആയിട്ടുള്ള മീൻ വാല്യൂ ഉണ്ട്. നമ്മൾ പഠിച്ചു ഈ മീൻ വാല്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ മീൻ ആയിട്ട് ഈക്വൽ ആണ്. പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഇന്റർവെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യും. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് എറർ. സോ വി ക്യാൻ സേ ദാറ്റ് വിത്തിൻ വൺ സ്റ്റാൻഡേർഡ് എറർ of the sampling distribution lies the 90% അല്ലെങ്കിൽ അടുത്ത 2 standard deviation 95 അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. So we started this topic to identify how much the sample mean will be varying from the population mean. Now that we have made a normal distribution with the sample means and found out its standard deviation called standard error, which we have defined in terms of population mean and variance. Now since it is a normal distribution, we can say that population mean
will be within plus or minus 2 into standard error of the sample mean with approximately 95% probability. അല്ലെങ്കിൽ 1 standard error with 90% probability. അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്റ്റാൻഡേർഡ് എറർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സാമ്പിൾ പോപ്പുലേഷൻ മീനും സാമ്പിൾ മീനും എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. ഇപ്പൊ നമ്മുടെ ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ ദ മെൻ ഇൻ ദ വേൾഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി പോപ്പുലേഷന്റെ വാല്യൂ അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇനി അതല്ല, നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാം. ഇപ്പം 200 ഡേറ്റ ഒക്കെ ഉള്ള പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് സ്റ്റാൻഡേർഡ് എറർ എന്ന് വെച്ചാൽ ബേസിക്കലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് തന്നെയാണ്. സോ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോപ്പുലേഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n. എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സൈസ്. അതായത് സാമ്പിൾ സൈസ് വലുതാകും തോറും നമ്മുടെ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് എറർ കുറഞ്ഞു വരും. സാമ്പിൾ സൈസ് വലുതാകും തോറും സ്റ്റാൻഡേർഡ് എറർ കുറഞ്ഞു വരും. If we do not know the population standard deviation, we use the sample standard deviation divided by the root n. Okay, ഇതാണ് രണ്ട് equation of the standard error. When we are saying sample size should be large enough, എത്രയാണ് ഈ large? When is this sample size large enough? When sample size is greater than or equal to 30, we can assume that the sample mean is approximately normally distributed. അതായത് large എന്ന് പറയുന്നത് 30 അതിൽ കൂടുതലോ ആവണം. ഇപ്പം പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷന് ഒരു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ 30 അതിൽ കൂടുതലോ മതി. പക്ഷെ അതിനൊരു ഡിസ്ട്രിബ്യൂഷനേ ഇല്ല എന്നുണ്ടെങ്കിൽ 30നേക്കാൾ വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു നമ്പർ വേണം. അത് മനസ്സിൽ വെച്ചോളൂ. നമ്മൾ സെൻസെക്സ് 30, നിഫ്റ്റി 50 ഒക്കെ പറയുന്നുണ്ട് അല്ലേ? സെൻസെക്സിൽ എന്തുകൊണ്ടാണ് നമ്മൾ 30 സ്റ്റോക്ക് എടുത്തിരിക്കുന്നതെന്ന് നമ്മൾ പലരെങ്കിലും ചിന്തിച്ചു കാണും. സോ അതിന്റെ റീസൺ ഇതാണ്. നമ്മുടെ സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം 30 ആയിരിക്കണം. നിഫ്റ്റിയുടേത് 30നേക്കാൾ വലുത് 50 ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനെ നിഫ്റ്റി 50 എന്ന് വേണ്ടി വിളിക്കുന്നത്. സോ എന്താണ് ബേസിക്കലി ഈ സ്റ്റോക്ക് ഇൻഡെക്സ് തരുന്നത്? ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഓൾ ദി ലിസ്റ്റഡ് സ്റ്റോക്സ് ഇൻ അവർ നേഷൻ. അതുകൊണ്ടാണ് ആ ഒരു റെപ്രസെന്റേഷൻ തരാൻ വേണ്ടി, ആ സാമ്പിളിന്റെ ഒരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ് മിനിമം നമ്മൾ 30 സ്റ്റോക്സ് എടുക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വരും, the underlying population from which the samples are drawn must be normally distributed in order for the sample mean to be normally distributed. Absolutely not. Underlying population ഏത് ഡിസ്ട്രിബ്യൂഷനും ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ will be approximately normally distributed. എന്നിട്ട് നമ്മൾ അതിൽ നിന്നാണ് കോൺഫിഡൻസ് ഇന്റർവെൽ ഉണ്ടാക്കുന്നത്. ആ കോൺഫിഡൻസ് ഇന്റർവെല്ലിൽ നമ്മൾ സാമ്പിളിംഗ് എറർ അല്ല ഉപയോഗിക്കുന്നത്, സ്റ്റാൻഡേർഡ് എറർ ആണ് ഉപയോഗിക്കുന്നത്. തിരിഞ്ഞു പോകരുത്. സാമ്പിളിംഗ് എറർ is simply a difference. Standard error is the standard deviation of the sampling statistic, അല്ലെങ്കിൽ sigma population standard deviation divided by root n, അല്ലെങ്കിൽ s divided by root n. അടുത്ത നമുക്ക് ബാക്കി റീസാമ്പിളിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി പഠിച്ചിട്ട് എസ്റ്റിമേഷൻ ആൻഡ് ഇൻഫറൻസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.